Hi all, today we are going to discuss about the topic theory of absolute cost advantage and theory of comparative cost advantage. ഇൻ്റർനാഷണൽ ട്രേഡുമായി ബന്ധപ്പെട്ട ക്ലാസിക്കൽ തിയറീസിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ട് തിയറീസാണ് തിയറി ഓഫ് അബ്സല്യൂട്ട് കോസ്റ്റ് അഡ്വാൻറ്റേജും തിയറി ഓഫ് കമ്പാരിറ്റീവ് കോസ്റ്റ് അഡ്വാൻറ്റേജും. ഫസ്റ്റ് നമുക്ക് തിയറി ഓഫ് അബ്സല്യൂട്ട് കോസ്റ്റ് അഡ്വാൻറ്റേജ് എന്താണെന്ന് നോക്കാം. The theory of absolute cost advantage is propounded by eminent economist Adam Smith in the year 1776. ആഡം സ്മിത്താണ് ഇത് നിലവിൽ കൊണ്ടുവന്നത് 1776. According to Adam Smith, countries should only produce goods in which they have an absolute cost advantage. ഒരു രാജ്യത്തിന് ഏറ്റവും ചിലവ് കുറഞ്ഞ രീതിയിൽ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന കമ്മോഡിറ്റി ഏതാണോ ആ കമ്മോഡിറ്റിയാണ് ആ രാജ്യം പ്രൊഡ്യൂസ് ചെയ്യേണ്ടത് എന്നാണ് ആഡം സ്മിത്ത് ഇവിടെ പറയുന്നത്. ഇഫ് എ കൺട്രി ക്യാൻ പ്രൊഡ്യൂസ് എ കമ്മോഡിറ്റി അറ്റ് എ ലോവർ കോസ്റ്റ് ദാൻ അനദർ കൺട്രീസ് ഇറ്റ് ഈസ് സെഡ് ദാറ്റ് ദ കൺട്രി ഹാസ് ആൻ അബ്സല്യൂട്ട് കോസ്റ്റ് അഡ്വാൻറ്റേജ്. അങ്ങനെ മറ്റു രാജ്യങ്ങളെക്കാൾ ചിലവ് കുറഞ്ഞ രീതിയിൽ ഒരു ഉൽപ്പന്നം ഉൽപ്പാദിപ്പിക്കാൻ ഒരു രാജ്യത്തിന് സാധിക്കുന്നുണ്ട് എങ്കിൽ, ചിലവ് കുറഞ്ഞ രീതിയിൽ ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്നുണ്ട് എങ്കിൽ ആ ഉൽപ്പന്നത്തിൽ ഏതാണോ ആ ഉൽപ്പന്നത്തിൽ ആ രാജ്യത്തിന് അബ്സല്യൂട്ട് കോസ്റ്റ് അഡ്വാൻറ്റേജ് ഉണ്ട് എന്ന് പറയാം. ഓക്കെ, ഇതാണ് ഈ തിയറിയിൽ ആഡം സ്മിത്ത് പറയുന്നത്. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ഈ അബ്സല്യൂട്ട് കോസ്റ്റ് അഡ്വാൻറ്റേജ് തിയറിയുടെ ഇതിൽ ഒരു എക്സാമ്പിൾ നോക്കാം. ഇവിടെ എ എന്ന് പറയുന്നതും ബി എന്ന് പറയുന്നതും രണ്ട് രാജ്യങ്ങൾ എടുത്തിട്ടുണ്ട്. രണ്ട് രാജ്യവും എക്സ് വൈയും എന്ന ഉൽപ്പന്നങ്ങളാണ് ഉൽപ്പാദിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഓരോ ദിവസത്തെ ലേബർ കോസ്റ്റുമാണ് ഇതിനു വേണ്ടി ഉപയോഗിക്കുന്നത്. എ എന്ന രാജ്യം ഒരു ദിവസം 16 യൂണിറ്റ്സ് എക്സ് എന്ന പ്രോഡക്റ്റാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്, എ എന്ന കൺട്രി. ബി എന്ന കൺട്രി ഇതുപോലെ ഒരു ദിവസം 8 യൂണിറ്റ്സ് വൈ എന്ന പ്രോഡക്റ്റാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതായത് എക്സ് എന്ന് പറയുന്ന ഉൽപ്പന്നം, എക്സ് എന്ന് പറയുന്ന ഏത് ഉൽപ്പന്നമാണോ ആ ഉൽപ്പന്നം ബി എന്ന് പറയുന്ന രാജ്യം 8 എണ്ണം പ്രൊഡ്യൂസ് ചെയ്യുന്ന ആ സ്ഥാനത്ത് എ എന്ന രാജ്യം അതിൽ 18 എണ്ണമാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. എക്സ് എന്ന് പറയുന്ന ഏതാണോ ആ പ്രോഡക്റ്റ് ബി 8 എണ്ണം പ്രൊഡ്യൂസ് ചെയ്യുന്ന സ്ഥാനത്ത് എ എന്ന കൺട്രി 16 എണ്ണമാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. That means country A has absolute cost advantage in production X. Country B has absolute cost advantage in production Y. ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞാൽ A has to specialized in production X. A സ്പെഷ്യലൈസ്ഡ് ചെയ്തിരിക്കുന്നത് എക്സ് എന്ന പ്രോഡക്റ്റിലാണ്. അതുപോലെ ബി ഹാസ് ടു സ്പെഷ്യലൈസ്ഡ് ഇൻ പ്രൊഡക്ഷൻ വൈ. അപ്പോൾ എ ഹാസ് ടു സ്പെഷ്യലൈസ്ഡ് ഇൻ പ്രൊഡക്ഷൻ എക്സ് ആണ്. അങ്ങനെ വരുമ്പോഴത്തേക്ക് വൈ എന്ന പ്രോഡക്റ്റ് എ എന്ന രാജ്യത്തിന് ബിയിൽ നിന്ന് എക്സ്പോർട്ട് ചെയ്യാം. എ എന്ന രാജ്യത്തിന് വേണ്ടി എ എക്സിലാണ് സ്പെഷ്യലൈസ്ഡ് ചെയ്തിരിക്കുന്നത് എന്നതുകൊണ്ട് വൈ എന്ന പ്രോഡക്റ്റ് ബിയിൽ നിന്നും എക്ക് വേണ്ടി എക്സ്പോർട്ട് ചെയ്യാം. അതുപോലെ എയിൽ നിന്ന് ഇപ്പോൾ ബി ഹാസ് ടു സ്പെഷ്യലൈസ്ഡ് ഇൻ പ്രൊഡക്ഷൻ വൈ ആണ്. അത് അവിടെ എക്സ് എന്ന പ്രോഡക്റ്റ് എയിൽ നിന്നും ബിക്ക് വാങ്ങാം. മോർ യൂണിറ്റ്സ് ഓഫ് പ്രൊഡക്ഷൻ ആൻഡ് ഗെയിൻ ഫ്രം ദ ട്രേഡ്. ഇതാണ് ഇതിൻ്റെ തിയറി എന്ന് പറയുന്നത്, ആഡം സ്മിത്ത് പറയുന്നത്. മോർ യൂണിറ്റ്സ് ഓഫ് പ്രൊഡക്ഷൻ ആൻഡ് ഗെയിൻ ഫ്രം ട്രേഡ്. ഏറ്റവും ചിലവ് കുറഞ്ഞ രീതിയിൽ ഏറ്റവും കൂടുതൽ യൂണിറ്റ്സ് പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന കൺട്രി ഏതാണോ ആ കൺട്രി ആയിരിക്കും ആ പ്രോഡക്റ്റിൽ സ്പെഷ്യലൈസ്ഡ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് രണ്ടാമത്തെ തിയറിയാണ് തിയറി ഓഫ് കമ്പാരിറ്റീവ് കോസ്റ്റ് അഡ്വാൻറ്റേജ്. അനദർ ഇമ്പോർട്ടൻറ്റ് തിയറിയാണിത്. ഇറ്റ് ഈസ് ഡെവലപ്ഡ് ബൈ ഡേവിഡ് റിക്കാർഡോ
ദിസ് തിയറി ഈസ് ബേസ്ഡ് ഓൺ ലേബർ തിയറി ഓഫ് വാല്യൂ. ലേബറിനെയാണ് ഇത് ബേസ് ചെയ്തിരിക്കുന്നത്. ഡേവിഡ് റിക്കാർഡോ പറയുന്നത് കമ്പാരിറ്റീവ് കോസ്റ്റ് അഡ്വാൻറ്റേജ് ഈസ് ഗവേൺഡ് ഇൻ്റർനാഷണൽ ട്രേഡ്. ഇൻ്റർനാഷണൽ ട്രേഡിനെ ഗവേൺ ചെയ്യുന്ന തിയറിയാണ് കമ്പാരിറ്റീവ് കോസ്റ്റ് അഡ്വാൻറ്റേജ് തിയറി. നമുക്കിത് ഒരു എക്സാമ്പിളിലൂടെ ഈ തിയറി എന്താണെന്ന് നമുക്ക് നോക്കാം. ഇവിടെ സെയിം പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന കൺട്രിയാണ് പോർച്ചുഗലും ഇംഗ്ലണ്ടും സെയിം പ്രോഡക്റ്റാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഉൽപ്പാദന ഘടകം ലേബറാണ്. പോർച്ചുഗൽ 1 യൂണിറ്റ് വൈൻ ഉൽപ്പാദിപ്പിക്കുന്നതിന് വേണ്ടി 80 മണിക്കൂർ എടുക്കുന്നുണ്ട്. പോർച്ചുഗൽ 1 യൂണിറ്റ് വൈൻ ഉൽപ്പാദിപ്പിക്കാൻ. അതേസമയം ഇംഗ്ലണ്ട് 1 യൂണിറ്റ് വൈൻ ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടി 120 മണിക്കൂറും എടുക്കുന്നുണ്ട്. ക്ലോത്ത് ഉൽപ്പാദനത്തിൽ പോർച്ചുഗൽ ഇതുപോലെ 90 മണിക്കൂറും ഇംഗ്ലണ്ട് 100 മണിക്കൂറുമാണ് എടുക്കുന്നത്. ഇവിടെ വൈൻ ഉൽപ്പാദനത്തിൽ കോസ്റ്റ് കുറവെന്ന് പറയുന്നത് പോർച്ചുഗലിനാണ്. 80 മണിക്കൂർ എടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കോസ്റ്റ് കുറവും പോർച്ചുഗലിനാണ്. 2 പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നതിലും ലേബറിനെ ബേസ് ചെയ്ത് നോക്കുമ്പോഴത്തേക്ക് കോസ്റ്റ് കുറവ് പോർച്ചുഗലിന് തന്നെയാണ്. പോർച്ചുഗൽ വൈൻ ഉൽപ്പാദിപ്പിക്കുന്നതിൽ പോർച്ചുഗലിന് 80ഉം ഇംഗ്ലണ്ടിന് 120 മണിക്കൂറും. അത് വെച്ച് നോക്കുമ്പോഴത്തേക്കും കോസ്റ്റ് കുറവ് വരുന്നത് പോർച്ചുഗലിന്. അതുപോലെ ക്ലോത്തിൻ്റെ കേസിലാകുമ്പോഴത്തേക്ക് 90 മണിക്കൂറും 100 മണിക്കൂറും. അപ്പോൾ കോസ്റ്റ് കുറവ് വരുന്നത് പോർച്ചുഗലിനാണ്, 90 മണിക്കൂറും. It means in the both commodities Portugal enjoys absolute cost advantage. ഇവിടെ അബ്സല്യൂട്ട് കോസ്റ്റ് അഡ്വാൻറ്റേജ് വന്നിരിക്കുന്നത് പോർച്ചുഗലിനാണ്. ദെൻ നമുക്ക് കമ്പാരിറ്റീവ് കോസ്റ്റ് നമ്മളിപ്പോൾ അബ്സല്യൂട്ട് കോസ്റ്റ് അഡ്വാൻറ്റേജ് ആണ് നോക്കിയത്. കോസ്റ്റ് കുറഞ്ഞു വരുന്നത് പോർച്ചുഗലിനായതുകൊണ്ട് അവിടെ അബ്സല്യൂട്ട് കോസ്റ്റ് അഡ്വാൻറ്റേജ് വരുന്നത് പോർച്ചുഗലിനാണ്. അതുപോലെ കമ്പാരിറ്റീവ് കോസ്റ്റ് അഡ്വാൻറ്റേജ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടെ പോർച്ചുഗലിന് 67% ഓഫ് ഇംഗ്ലണ്ട് യൂണിറ്റ് എന്ന് പറയുമ്പോഴത്തേക്കും 80 മണിക്കൂർ എടുത്ത് ഒരു യൂണിറ്റ് വൈൻ ഉൽപ്പാദിപ്പിക്കുന്നതിനുള്ള കോസ്റ്റ് 67% ആണ്. ഇംഗ്ലണ്ടിനെ വെച്ച് നോക്കുമ്പോൾ പോർച്ചുഗലിന് 67% ആണ്. അതുപോലെ ക്ലോത്ത് ഉൽപ്പാദനത്തിൽ 90 മണിക്കൂർ വെച്ച് ഒരു യൂണിറ്റ് ക്ലോത്ത് ഉൽപ്പാദിപ്പിക്കുമ്പോഴത്തേക്കും ഇംഗ്ലണ്ടിനെ വെച്ച് നോക്കുമ്പോൾ 90% പോർച്ചുഗലിൻ്റെ കോസ്റ്റ്. അത് ഇംഗ്ലണ്ടിലാകുമ്പോഴത്തേക്കും 150% വൈനിൻ്റെ കോസ്റ്റും 111% ക്ലോത്തിൻ്റെ കോസ്റ്റും വരുന്നത്. ഇത് കമ്പയർ ചെയ്യുമ്പോൾ പോർച്ചുഗൽ ഇപ്പോൾ വൈനും ക്ലോത്തുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ വൈനിന് 67%, ക്ലോത്തിന് 90%. അപ്പോൾ പോർച്ചുഗലിന് ക്ലോത്ത് ഉൽപ്പാദനത്തിനേക്കാൾ കമ്പാരിറ്റീവ് കോസ്റ്റ് അഡ്വാൻറ്റേജ് കൂടുതൽ വൈൻ ഉൽപ്പാദനത്തിലാണ്. കോസ്റ്റ് അഡ്വാൻറ്റേജ് നോക്കാം, കമ്പാരിറ്റീവ് കോസ്റ്റ് അഡ്വാൻറ്റേജ് നോക്കുമ്പോൾ ഇത് കമ്പയർ ചെയ്യുമ്പം ക്ലോത്തിൻ്റെ ഉൽപ്പാദനത്തിനേക്കാൾ ബെറ്റർ അത് വൈൻ ഉൽപ്പാദനത്തിലാണ്. അപ്പോൾ നമുക്ക് പറയാം പോർച്ചുഗൽ ഹാസ് സ്പെഷ്യലൈസ്ഡ് ഇൻ വൈൻ പ്രോഡക്റ്റിലാണ് പോർച്ചുഗൽ സ്പെഷ്യൽ ചെയ്തിരിക്കുന്നത്. അതുപോലെ ഇംഗ്ലണ്ടിൻ്റെ കാര്യത്തിൽ നോക്കുമ്പോൾ 120 മണിക്കൂർ വെച്ച് 150% കോസ്റ്റ് എന്ന് പറയും. മറ്റേ ക്ലോത്തിലാകുമ്പോഴത്തേക്കും 111%. അപ്പോൾ ഇംഗ്ലണ്ട് ക്യാൻ സ്പെഷ്യലൈസ്ഡ് ഇൻ ക്ലോത്തിൽ കോസ്റ്റ് കുറഞ്ഞു വരുന്നു. കോസ്റ്റ് കുറവായതുകൊണ്ട് കമ്പയർ ചെയ്യുമ്പോൾ ക്ലോത്തിലാണ് ഇംഗ്ലണ്ട് സ്പെഷ്യലൈസ്ഡ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇതാണ് ഈ 2 തിയറി എന്ന് പറയുന്നത്. നമ്മൾ കമ്പാരിറ്റീവ് കോസ്റ്റ് അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ പ്രോഡക്റ്റ് തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ ഏത് പ്രോഡക്റ്റാണോ ഏറ്റവും കുറഞ്ഞ കോസ്റ്റിൽ, ഏത് പ്രോഡക്റ്റാണോ കുറഞ്ഞ യൂണിറ്റ് ഓഫ് കോസ്റ്റിൽ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത്
അവിടെയായിരിക്കും കമ്പാരിറ്റീവ് കോസ്റ്റ് അഡ്വാൻറ്റേജ് കൂടുതലായി നിൽക്കുന്നത്. ദാറ്റ് പ്രോഡക്റ്റ് ഈസ് ബെറ്റർ ദാൻ കമ്പാരിറ്റീവ് കോസ്റ്റ് അഡ്വാൻറ്റേജ്. ഓക്കെ, ഇതാണ് നമ്മളിന്ന് പഠിച്ചത്. അബ്സല്യൂട്ട് കോസ്റ്റ് അഡ്വാൻറ്റേജ് തിയറി, കമ്പാരിറ്റീവ് കോസ്റ്റ് അഡ്വാൻറ്റേജ് തിയറി. ഓക്കെ, താങ്ക് യു.